വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഇപ്പോൾ അനീഷ് കുർള യൂത്ത് കോൺഗ്രസ് നേതാവ് അറിയിക്കുന്നത്. ഈ വാഹനത്തിലുള്ള പ്രവർത്തകരെ വിട്ടയച്ചാൽ, അവരെ ഇറക്കി വിട്ടാൽ ഈ സമരം ഇന്ന് അവസാനിപ്പിക്കാൻ തയ്യാറാണ്, വരും ദിവസങ്ങളിൽ സമരം തുടരും എന്നൊരു പ്രഖ്യാപനം പറയുകയാണ്. അതായത് അവരുടെ ആവശ്യം ഇതാണ്, വാഹനത്തിലുള്ള പ്രവർത്തകരെ ഇപ്പോൾ ഇറക്കി വിടണം. ന്യായമായ ഒരു ആവശ്യം ഉന്നയിച്ച് സമരം ചെയ്തതാണ്. ആ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വിടുന്നതും കൊണ്ടുപോകാൻ അനുവദിക്കില്ല, കേസിൽ കൊടുക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ നേതാക്കന്മാർ വ്യക്തമാക്കുന്നത്. ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വാഹനത്തിന് മുന്നിൽ ഇപ്പോഴും പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ്. അമൽ, നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ അവിടെ ജ്യോതികുമാർ ചാമക്കാല, രാജു പി നായർ തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത്. അപ്പോൾ നേതാക്കൾ കൂടുതലായിട്ട് അവിടേക്ക് എത്തുന്നുണ്ടോ? സംഭവം അറിഞ്ഞത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരെങ്കിലും എത്തുന്നുണ്ടോ? ജ്യോതികുമാർ ചാമക്കാല ഇപ്പോൾ പോലീസുമായി സംസാരിക്കുന്നു. ഇവിടെയും എന്തോ ഒരു തർക്കം ഉണ്ടാകുന്നുണ്ട്. എന്താണ് കാര്യം എന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഒരു ജീവനാണ് പോലെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരാണ്. കുഴഞ്ഞു വീണിട്ടുണ്ട്. അവരെ കൊണ്ടുപോകണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ് പറയുന്നത്. വാഹനത്തിലുള്ള പ്രവർത്തകൻ കുഴഞ്ഞു വീണിട്ടുണ്ട്. അവരെ കൊണ്ടുപോകാൻ ഒരു ജീവനെടുത്തു. ആ ജീവന് വേണ്ടിയുള്ള പോരാട്ടം. അതായത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, വാഹനത്തിൽ നിന്നും മാതൃഭൂമി ന്യൂസിനോട് ഒരു വാഹനത്തിൽ അറസ്റ്റ് ചെയ്ത് കയറ്റി ഒരാൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഒരു പ്രവർത്തകന് പരിക്കേറ്റിട്ടുണ്ട്, ആ പ്രവർത്തകനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറാകണമെന്ന്. ഇപ്പോൾ മറ്റ് പ്രവർത്തകരെത്തി പോലീസിനോട് തർക്കിച്ച്, പോലീസിനോട് കലഹിച്ച് ഇപ്പോൾ ആ പ്രവർത്തകനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായി ആ പോലീസ് വാഹനം മുന്നോട്ട് നീങ്ങുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രവർത്തകനെ ഇവിടെ മാറ്റി ഇവിടെ നിന്നും പുറത്തിറക്കിയിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകനാണ് പരിക്കേറ്റിരിക്കുന്നത്. ആ പ്രവർത്തകൻ ഇപ്പോൾ വാഹനത്തിലേക്ക് കയറ്റാനുള്ള നീക്കം നടത്തുന്നു. ആ വാഹനത്തിനെ എന്താണ് കൃത്യമായി സംഭവിച്ചത് എന്നറിയില്ല, എങ്കിലും പരിക്കേറ്റ് വീണ് കിടക്കുന്ന ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തെ ഈ വാഹനത്തിലേക്ക് കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നു. പോലീസ് അടക്കമുള്ളവർ വാഹനത്തിലേക്ക് കയറിയിട്ടുണ്ട്. വാഹനം ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നു. ഇവിടെ നിന്ന് അധികം ദൂരമില്ല ആശുപത്രിയിലേക്ക്, വളരെ കുറച്ച് ദൂരം മാത്രമാണ് ആശുപത്രിയിലേക്കുള്ളത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. നേരത്തെ മുതൽ ഈ പ്രവർത്തകർ ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ പോലീസ് അതിന് തയ്യാറായില്ല. പോലീസ് പക്ഷേ തയ്യാറാകാതിരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ട തർക്കമുണ്ടായത്. പോലീസുമായി പ്രവർത്തകർ കലഹിക്കുന്നു. പിന്നീട് പോലീസ് ആ പ്രവർത്തകനെ ആശുപത്രിയിലേക്ക്, ഈ വാനിലുണ്ടായിരുന്ന പ്രവർത്തകനെ അതിൽ നിന്നും ഇറക്കി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോഴും പ്രവർത്തകർ അതിനകത്ത് ഇരിക്കുന്നുണ്ട്. ആ ഇരിക്കുന്ന പ്രവർത്തകരെ ഇറക്കി വിടണം എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ അത് അംഗീകരിക്കപ്പെടുമോ എന്നുള്ള കാര്യമൊക്കെ കണ്ടറിയണം. ഒരു 10 മിനിറ്റോളം ഇതിന്റെ ഉള്ളിലിട്ടിട്ടാണ് എല്ലാവരും പുറത്തിറക്കി. ഞങ്ങൾ കെഞ്ചി പറഞ്ഞു, അവൻക്ക് ഇതാക്കി. ഇവരുടെ ഉള്ളിൽ ഇവിടെ ഇതിന്റെ ഉള്ളിലേക്ക് അവനെ വലിച്ചിട്ടാണ് പോലീസുകാർ ചവിട്ടിയതാണ്. പോലീസാണ് അവരെ ചവിട്ടിയത്. ഇവരാണ് അവരെ ചവിട്ടിയത്. പോലീസുകാർ ഇതിന്റെ ഉള്ളിലേക്ക് വലിച്ചിട്ട് ചവിട്ടിയാണ്. CPM പറഞ്ഞ പോലീസുകാരനാണോ? പോലീസുകാരുടെ ഭാഗത്തു നിന്നും പോലീസുകാരന്റെ ക്രൂരതയാണ് ഇവിടെ കണ്ടത്. അവനെ വലിച്ചു കയറ്റിട്ട് ചവിട്ടി അവന്റെ മേലെ കൂടെ കയറിയിരിക്കണം. അതിന് ഞങ്ങൾ എന്തായാലും അവന്റെ പേരിൽ നടപടി എടുക്കണം ഗവൺമെന്റ്. ഒരു പോലീസുകാരൻ വാഹനത്തിലേക്ക് വലിച്ചു കയറ്റി പ്രവർത്തകനെ ചവിട്ടി, അതിനുശേഷമാണ് ആ പ്രവർത്തകന് ഇത്തരത്തിൽ കുഴഞ്ഞു വീണത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്നു. പ്രവർത്തകനെ ആശുപത്രിയിലേക്ക് മാറ്റുക കൂടി ചെയ്തതോടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും കൂടുതൽ പ്രതിഷേധം ഉണ്ടാവുകയാണ്. പ്രതിഷേധത്തിന് ഒരു വിധത്തിലുള്ള കുറവും വരുന്നില്ല. ജ്യോതികുമാർ ചാമക്കാല അടക്കമുള്ളവരുടെ ഇടപെടൽ നടക്കുന്നുണ്ട്. പക്ഷേ വൈകാരികമായാണ് ഇപ്പോൾ ഈ വിഷയത്തെ ഈ സമരക്കാർ കാണുന്നത്. അതിനാൽ തന്നെ എന്തെങ്കിലും തരത്തിലുള്ളൊരു സമവായത്തിനില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. നേതാക്കളുടെ ഇടപെടൽ ഉണ്ടാകുന്നു, പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. പ്രവർത്തകർ അല്പം ഒന്ന് പിന്നോട്ട് മാറിയിട്ടുണ്ട്. പ്രവർത്തകർ പിന്നോട്ട് നീങ്ങുകയാണ്. ഇനിയിപ്പോൾ പ്രവർത്തകരുടെ ഒരു മാർച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.